നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകളുമായി 24 ഹെഡ്ലൈൻസ് ആരംഭിക്കുന്നു. സ്വാഗതം. ചേരിപ്പോര് രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ കടുത്ത നടപടിയുമായി CPIM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളിയിലുണ്ടായത് തെറ്റായ പ്രവണതയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരും. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന സമ്മേളന വേദിയായ കൊല്ലം ജില്ലയിലെ വിഭാഗീയത പോർവിളിയിലേക്കും സംഘടനകളിലേക്കും നീങ്ങിയതിന് പിന്നാലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറിപ്പിക്കുകയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട തിരുവല്ലയിലും വിഭാഗീയതയിൽ വലഞ്ഞു CPIM. കയ്യാങ്കളിയുടെ വക്കിൽ ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധികളിൽ നിന്ന് തിരിച്ചു വാങ്ങി. പീഡന കേസ് പ്രതിയായ പ്രാദേശിക നേതാവ് CC സജിമോനെ അനുകൂലിക്കുന്ന നേതാക്കൾക്കെതിരെ റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. സജിമോനെതിരെ നടപടിയെടുക്കാൻ തീരുമാനമെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടിൽ പരാമർശം. കടുത്ത വിമർശനങ്ങൾ അടങ്ങിയ പ്രവർത്തന റിപ്പോർട്ട് 24 എക്സ്ക്ലൂസീവ്. ആലപ്പുഴയിലെ CPIM നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു BJPയിൽ. സംഘടനാ പർവ്വ യോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ബിപിൻ സി ബാബുവിന്റെ പാർട്ടി പ്രവേശം പ്രഖ്യാപിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ജുഗ് അംഗത്വം നൽകി. CPIMനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ച് BJPയിലെത്തിയ ബിപിൻ സി ബാബു മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി CPIM മാറി. ആലപ്പുഴയിൽ വർഗീയവാദികളാണ് പാർട്ടിയെ നയിക്കുന്നതെന്ന് ആരോപണം. CPIMൽ G സുധാകരന്റെ അവസ്ഥ ദയനീയം. വിഭാഗീയത ചൂണ്ടിക്കാട്ടി 3 തവണ പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ബിപിൻ സി ബാബു. ആ പ്രദേശത്ത് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് 3 തവണ കത്ത് കൊടുത്തിരുന്നു. ആ കത്തിനകത്ത് നമ്മുടെ ജില്ലയിൽ പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന ദയനീയ പരാജയത്തെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ കായംകുളത്തെ ആലപ്പുഴയിലെ CPM അത് ബോധ്യപ്പെട്ടില്ല. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ CPMന് ബോധ്യപ്പെട്ടു. CPM 3-ാം സ്ഥാനത്ത് പോയി. അത് 2 വർഷം മുമ്പ് നടപടി സ്വീകരിച്ചു. 6 മാസം നടപടി സസ്പെൻഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്നെ തിരികെ എടുത്തിരുന്നു. ഇപ്പോൾ 1 വർഷകാലമായ CPM മെമ്പറാണ്. ഒരു കേസ് പോലും എനിക്കെതിരെ ഇല്ല. കേസുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. എനിക്കെതിരെ ഒരു കേസ് പോലും ഇല്ല. പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ എന്താ ആരോപണം ആർക്കും നടത്താമല്ലോ. ബിപിൻ സി ബാബുവിനെതിരെ നേരത്തെ പാർട്ടി നടപടിയെടുത്തതാണെന്ന് CPIM കായംകുളം ഏരിയ സെക്രട്ടറി K അരവിന്ദാക്ഷൻ. പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തെറ്റെന്നും K അരവിന്ദാക്ഷൻ. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കേണ്ടി വന്നു. മറ്റൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് അവിഹിതമായ ബന്ധമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഭാര്യ ഭർത്താവ് തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അടിസ്ഥാനം മറ്റൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുതിർന്ന CPIM നേതാവ് G സുധാകരൻ. ജില്ലയിൽ പൂർത്തിയായ 12 ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും G സുധാകരനെ ഒഴിവാക്കി. പ്രവർത്തന മേഖലയായിരുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്കും G സുധാകരന് ക്ഷണമില്ല. 3 വർഷമായി പാർട്ടി പരിപാടികളിലോ യോഗങ്ങളിലോ G സുധാകരൻ സജീവമല്ല. G സുധാകരന്റെ അഭാവം ചർച്ചയാക്കി പ്രവർത്തകർ. കോഴിക്കോട് വടകരയിൽ SDPI വേദിയിൽ മുസ്ലിം ലീഗ് നേതാവ് പങ്കെടുത്തതിൽ വിവാദം. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഇബ്രാഹിം പങ്കെടുത്തത് SDPI സംഘടിപ്പിച്ച വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ. വഖഫ് മദ്രസ സംരക്ഷണ സമിതി എന്ന പേരിലാണ് തന്നെ ക്ഷണിച്ചതെന്നും അതിനാലാണ് പങ്കെടുത്തതെന്നും MC ഇബ്രാഹിം. വിഷയത്തിൽ പ്രതികരിക്കാതെ ലീഗ് നേതൃത്വം. ലീഗ് തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തീരുമാനം എടുക്കേണ്ട ലീഗ് നേതൃത്വം. കോൺഗ്രസിൻ്റെ ആരും അതിൽ പങ്കെടുത്തിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ലീഗിൻ്റെ ഭാഗത്തുണ്ടാവും. മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പുനരധിവാസ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ് സർക്കാരിനും LDFനുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ.
വയനാട്ടിലെ ചെറിയ ഭാഗത്ത് മാത്രമാണ് ദുരന്തമുണ്ടായതെന്നും വയനാട് ദുരന്തമെന്ന് പറയരുതെന്നും ആദ്യം പറഞ്ഞത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. എന്നാൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വി മുരളീധരന്റെ പരാമർശം വിവാദമാക്കിയെന്നും കെ സുരേന്ദ്രൻ. രാജനോടെങ്കിലും ചോദിക്കണം, എന്തുകൊണ്ട് കേരളത്തിലുള്ള കയ്യിലുള്ള പണം ഇതുവരെ ചെലവഴിക്കാനുള്ള തടസ്സം എന്താണ്? കേന്ദ്രം ചെലവഴിക്കണമെന്ന് പറഞ്ഞോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയല്ലോ, എന്തുകൊണ്ട് ചെലവഴിച്ചില്ല? അതുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് LDFും UDFും എടുക്കുന്നത്. ശരിയായ വസ്തുതകൾ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇത് ആദ്യം പറഞ്ഞത് നിങ്ങളെ സ്വന്തം റിയാസാണ്. ഞാൻ മുരളീധരൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആദ്യം പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞത് മുഹമ്മദ് റിയാസ്. അതാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദവാക്യം, വയനാട് ദുരന്തം എന്ന് പറയരുത് എന്ന് പറഞ്ഞത് PM മുഹമ്മദ് റിയാസാണ്. 24 ബിഗ് ബ്രേക്കിംഗ്. കോടികളുടെ നഷ്ടം വരുത്തിയ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാരിനെ വെട്ടിലാക്കി CAG റിപ്പോർട്ട്. മരിച്ചവരുടെ പേരുകൾ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാതെ ദീർഘകാലം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. മരിച്ചവരുടെ പട്ടികയിലെ 4039 പേരിൽ 1698 പേർക്കും പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തൽ. ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങുന്ന വനിതകളുണ്ടെന്നും റിപ്പോർട്ടിൽ. ഭർത്താവ് മരിക്കാത്തവരും വിവാഹമോചിതരാകാത്തവരും പട്ടികയിൽ. വിധവാ പെൻഷൻ ക്രമക്കേടിൽ മാത്രം നഷ്ടമായത് 1.8 കോടി രൂപ. കൂടുതലും ക്രമക്കേടുകൾ കണ്ടെത്തിയത് നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്തതിൽ. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ സമഗ്ര പരിശോധന നടത്താൻ നിർദ്ദേശിച്ച് ധനവകുപ്പ്. തദ്ദേശ ഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ പരിശോധന നടത്താൻ തീരുമാനം. ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനും നിർദ്ദേശം. കോട്ടക്കലിൽ കണ്ടെത്തിയ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പരിശോധന ആരംഭിച്ച നഗരസഭ. ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിൽ കണ്ട് പരിശോധിക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ അനർഹർ കടന്നുകൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് CPIM. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയുടെ കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണവകുപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഇത് പരിശോധിച്ചു കഴിഞ്ഞ് എന്ത് വേണമെന്നുള്ളത് ആ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെ നിർദ്ദേശിക്കുക, അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പെൻഷൻ ക്രമക്കേടിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് VD സതീശൻ. പെൻഷൻ വിഷയം 2 വർഷം മുമ്പ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ നടപടി സ്വീകരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. അനർഹരായ ധാരാളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു. 2 വർഷമായിട്ട് ഇത് പരിശോധിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്പാർക്ക് ഉണ്ട്, അതുപോലെ സേവന ഇതുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ശമ്പളക്കാരാരെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ. ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇതുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണ് എന്നെനിക്കറിയില്ല. എന്തായാലും ഗുരുതരമായ ഒരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹരായ ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. കൊടകര കുഴൽപ്പണക്കേസിൽ 24 വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീശിന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെയും തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെയും തിരൂർ സതീഷ് മൊഴി നൽകി. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തെക്കുറിച്ച് തന്റെ കയ്യിലുള്ള രഹസ്യ സ്വഭാവമുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് തിരൂർ സതീഷ്. പോലീസിന് ഞാൻ വിശദമായിട്ട് ഈ ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. ഈ കുഴൽപ്പണം ഉള്ള സംഭവമാണല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താണ് ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പോലീസിന് പറഞ്ഞു. മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി പറയാൻ പ്രിയങ്ക എത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത് രാഹുൽ ഗാന്ധിക്കൊപ്പം. കരുളായിലും വണ്ടൂരിലും റോഡ് ഷോ. പ്രിയങ്കയുടെ വരവ് വൻ ആഘോഷമാക്കാൻ കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് രക്തം ചിന്തിയ ഇന്ദിരാഗാന്ധിയുടെ രക്തമിത ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രാജ്യം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് നൽകി വിജയിപ്പിച്ച. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് ക്ഷണിക്കാത്തതിൽ UDF ഘടകകക്ഷികൾക്ക് അതൃപ്തി.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്ന ഘടകകക്ഷി നേതാക്കളെ തഴഞ്ഞെന്ന ആക്ഷേപം. ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് തീരം തൊടും. ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, റാണിപ്പേട്ട്, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ റെഡ് അലർട്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിൽ. പലയിടത്തും വൈദ്യുതി ബന്ധമില്ല. തമിഴ്നാട്ടിൽ കടൽക്ഷോഭവും അതിരൂക്ഷം. തീരദേശ മേഖലയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ചെന്നൈ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. നിലത്തിറക്കാൻ കഴിയാത്തതിനാൽ 2 വിമാനങ്ങൾ ബംഗളൂരുവിലേക്കും 1 ശ്രീലങ്കയ്ക്കും വഴിതിരിച്ചുവിട്ടു. ചുഴലിക്കാറ്റിനെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഡിസംബർ 1 മുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ. ശബരിമല തീർത്ഥാടനം കണക്കിലെടുത്ത് പ്രത്യേകമായി അറിയിപ്പുകൾ നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. Under its influence, we are also expecting heavy rainfall activity over Kerala, and especially on 1st December, there could be heavy to very heavy rainfall activity at isolated places in Kerala. In terms of intensity category, it is the lowest category of the cyclonic storm, and at present wind speed is 75 to 85 km per hour, gusting to 95 km per hour, and it may hit the coast with the wind speed of 70 to 80 km per hour, gusting to 90 km per hour. We are continuously monitoring and providing forecast for Sabarimala on daily basis. Special forecast is being issued for Sabarimala also. Continuously we provide information to all agencies and also the public for Sabarimala. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് വീണ്ടും ദുരിതബാധിതരുടെ പ്രതിഷേധം. സാമ്പത്തിക സഹായം കാലതാമസത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരുടെ വില്ലേജ് ഓഫീസ് ഉപരോധം. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കം പ്രദേശത്ത് സന്ദർശനം നടത്തിയിട്ടും പുനരധിവാസത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ. ഇവിടെ വാഗ്ദാനങ്ങൾ ധാരാളം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. സർക്കാർ വഞ്ചിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ, ഒരു എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. 13 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായ മേഖലയിൽ സർക്കാർ ഇതുവരെ അനുവദിച്ചത് 1.25 ലക്ഷം രൂപ മാത്രം. വാടക ഇനത്തിൽ നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയ തുകയും പലർക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം. ശരിക്കും ഒന്നും ആകുന്നില്ല. ഒരു 300 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു നാശനഷ്ടത്തിനൊരു പരിധി നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇനി മഴക്കാലം വരാൻ 6 മാസം നമുക്കുള്ളൂ. അതിനു മുമ്പ് എന്തെങ്കിലും നടപടികൾ എത്രയും പെട്ടെന്ന് ഈ ഡിസംബർ തീരുമ്പോഴത്തേനും തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചില്ലെങ്കിൽ വരുന്ന മഴക്കാലം ഇതിലും വലിയൊരു ദുരന്തത്തെയായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത്. കോട്ടയത്തെ ആകാശപാതയുടെ തുരുമ്പെടുത്ത മേൽക്കൂര പൊളിച്ചു മാറ്റണമെന്ന് ബലപരിശോധനാ റിപ്പോർട്ട്. സുരക്ഷ കണക്കിലെടുത്ത് വേഗത്തിൽ പൊളിച്ചു നീക്കണമെന്ന് പാലക്കാട് IIT പഠന റിപ്പോർട്ട്. തൂണുകൾക്ക് ബലക്ഷയമില്ലെന്നും വിലയിരുത്തൽ. IIT റിപ്പോർട്ട് പദ്ധതിയെ കൊല ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും തിരുവഞ്ചൂർ. രാഷ്ട്രീയ തീരുമാനമാണിത്. ഇതല്ലാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമല്ല. ഇത് തട്ടണം, ഇത് നടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നിൽക്കുകയാണ്. ഒരു ഇലക്ഷൻ എടുക്കാറായപ്പോൾ ഇത് പഴയ പേപ്പറൊക്കെ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 7-8 കത്തുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ? ഒരു നിശ്ചിത സമയം വെച്ച് ജനസദസ്സുണ്ടായി, ആ ജനസദസ്സിൽ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. നിർമ്മാണ വൈകല്യത്തോടെ തുടങ്ങിയതാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്ന് CPIM. ആളുകളുടെ തലയിൽ വീഴുമെന്നത് വലിയ ആശങ്കയാണെന്നും CPIM. ബംഗളൂരുവിൽ അസം സ്വദേശിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് പ്രതി ആരവിന്റെ മൊഴി. കൊലപാതക കാരണം മായ ഗൊഗോയ്ക്കും മറ്റ് പ്രണയബന്ധമുണ്ടോ എന്ന സംശയം. കൊലപാതകത്തിനായി കത്തിയും കയറും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തത് റൂമിലെത്തിച്ചെന്ന പ്രതിയുടെ മൊഴി. കൃത്യം നടപ്പിലാക്കിയതിനു ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജീവനെടുക്കാനുള്ള ശ്രമം നടക്കാതെ വന്നതോടെ രക്ഷപ്പെടുകയായിരുന്നെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞു. ആരവിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും.
കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കവർച്ചയിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിടിയിലായത് പാലക്കാട്, തൃശൂർ സ്വദേശികൾ. മറ്റൊരു ജ്വല്ലറി ഉടമയായ രമേശും അറസ്റ്റിൽ. രമേശിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് സ്വർണ്ണക്കവർച്ചയെന്നാണ് പോലീസിന്റെ നിഗമനം. 5-അംഗ സംഘം പിടിയിലായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ. ഇവരിൽ നിന്ന് 1.3 കിലോഗ്രാം സ്വർണവും കണ്ടെടുത്തു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ മലപ്പുറം സ്വദേശി ഫസീലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചു. പ്രതി അബ്ദുൾ സനൂഫിനെ കോഴിക്കോട് എത്തിച്ചത് ചെന്നൈയിൽ നിന്ന്. മുൻവൈരാഗ്യം കൊലപാതക കാരണം. അബ്ദുൾ സനൂഫ് പിടിയിലാകുന്നത് ഒളിവിൽ കഴിയുന്നതിനിടെ. കർണാടക സ്വദേശിയുടെ പേരിലെടുത്ത സിം കാർഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിർണായകമായി. ഫസീലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരണം. ഇതിനകത്ത് ഇപ്പോൾ പ്രതിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ ഈ സ്ത്രീ നേരത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഒരു റേപ്പ് പ്ലസ് IT ആക്ട് ആയിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 83 ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ റിമാൻഡിൽ കിടന്നതാണ്. അതിൻ്റെ ഒരു പ്രതികാരമാണ് പ്രധാനമായിട്ട് ഇവരെ കൊല ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി ക്രമക്കേട് നടത്തിയെന്ന് ആദായ നികുതി വകുപ്പ്. ക്രമക്കേട് കണ്ടെത്തിയത് ED നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ. സൗബിൻ ഷാഹിർ വരുമാനം കുറച്ചു കാണിച്ചതായും കണ്ടെത്തൽ. നികുതി വെട്ടിപ്പിന്റെ വിവരവും ആദായ നികുതി വകുപ്പിന് കൈമാറിയത് ED എന്ന വിവരം. പറവ, ഡ്രീം ബിഗ് നിർമ്മാണ കമ്പനികൾക്ക് പണം നൽകിയത് കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ആദായ നികുതി വകുപ്പ്. പണം നൽകിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനം കേന്ദ്രീകരിച്ചും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം. എറണാകുളം തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്ന് MDMA പിടികൂടിയ കേസിൽ തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. ഡ്രൈവർക്കൊപ്പം നിഹാദും ലഹരി ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ലഹരി കേസുമായി ബന്ധപ്പെട്ട് തൊപ്പിയുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റ് ഭയന്ന മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ച് തൊപ്പി. നിലവിൽ തൊപ്പി പ്രതിയല്ലെന്ന് കോടതിയെ അറിയിച്ചു പോലീസ്. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ടീം ഇന്ത്യ ജയത്തിനായി പൊരുതുന്നു. 282 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ 4 വിക്കറ്റിന് 100 റൺസ് പിന്നിട്ടു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഡി കുകേഷ് ഡിംഗ്ലിറൻ 5-ാം റൗണ്ട് പോരാട്ടം പുരോഗമിക്കുന്നു. ഇതോടെ 24 ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു.